അമിതാഭ് ബച്ചൻ കളിക്കുന്നുണ്ട്. സിനിമ ആണെന്നല്ലോ നമ്മളെ പുള്ളിക്കടിയിൽ വരുന്നത്. സിനിമ അടിപൊളി, ഒരു രക്ഷയില്ല, പൊളിപ്പടം. വിജയന്റെ അവസാനത്തെ പടം സൂപ്പറായിരുന്നു. എന്തായാലും നമ്മുടെ എച്ച് വിനോദ് സാറും വിജയാണനും കൂടെ പടം തൂക്കി മക്കളെ. പടം അടിപൊളിയായി, അടിപൊളി പടം, ഒന്നും പറയാനില്ല. രക്തബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ട് എനിക്കൊരു ഏട്ടനുണ്ട്, അതാണ് ജോസഫ് വിജയൻ, നമ്മുടെ വിജയൻ. എന്തായാലും പടം അടിപൊളിയായി. അടിപൊളി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? വിജയ്ക്ക് വേണ്ടി കാണാം, വിജയ്ക്ക് വേണ്ടി കാണാം. ചീഫ് മിനിസ്റ്റർ തൂക്കി നല്ല എങ്ങനെയുണ്ട് പടം? പടം അടിപൊളിയാണ്, കണ്ടിരിക്കാം. എങ്ങനെയുണ്ട്? ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കൊള്ളാം. പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പർ. വരാം വരാം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല നല്ല പടവും. വിജയ്ക്ക് വേണ്ടി മാത്രം കാണാം. എല്ലാ പടത്തിലും നമുക്കറിയാം വിജയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ വിജയ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള മാസ് ആക്ഷൻസ് ഉണ്ടാവും, പഞ്ച് ഡയലോഗുകൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം വ്യത്യസ്തത ഈ പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെ വിജയ് ഫാൻസിന് വേണ്ട എല്ലാതും ഈ പടത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ ലാസ്റ്റ് ആക്ഷൻ സീൻസ് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നൈസ്. സത്യത്തിൽ പറഞ്ഞ ജനനായകനായിട്ട് തന്നെയാണ് അദ്ദേഹം ഫിക്സ് ചെയ്യുന്നത് നടക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ലാസ്റ്റ് കണ്ടപ്പോൾ കരച്ചിലൊക്കെ വന്നു. എന്നാലും ഈ പടം ലീക്ക് ചെയ്ത അതൊക്കെ സംഭവമൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഞാൻ ട്വിറ്ററിൽ തന്നെ എടുത്ത് കളഞ്ഞു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കാരണം പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയുടെ പറയല്ല, അന്ന് എന്നും ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ തിയേറ്ററിലും കാണാം, അത്രേ ഉള്ളൂ. തലമുതി படம் செமையா இருந்துச்சு. நாங்கள் இதான் ஃபர்ஸ்ட் டைம் பார்க்குறது. என்னதான் ரிலீஸ் ஆனாலும் நாங்கள் ஃபர்ஸ்ட் ஷோ பார்க்கணுங்கிறதுக்காக தான் இங்கே வந்தது. நாங்கள் தமிழ்நாட்டிலேருந்து வரோம். படம் சூப்பராக இருந்துச்சு ப்ரோ. படம் சூப்பராக அடிபொலி கேடா, அடிபொலி. அண்ணன் தூக்கி எங்களுக்கு கொஞ்சம் வருத்தமா தான் இருக்கு. என்னதான் இருந்தாலும் அண்ணனோட கடைசி படம், இனி வருவாரான்னு தெரியாது, வரமாட்டாருன்னு இருக்காரு. எங்க இது வந்து வரணும் அப்படிங்கிறது தான், வந்தா நல்லா இருக்கு எங்களுக்கு. வேற மாதிரி படம், பிளாஸ்ட் தான் ஃபுல்லா. അടുത്ത് 20-25 ഇയർ സിഎം, പെർമനന്റ് സിഎം തമിഴ്നാട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ VFX ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാം, അങ്ങനെ ഒരു രീതിയിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം വെച്ചിട്ട് പടം അടിപൊളി. മമിത സൂപ്പർ, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. മമിതയ്ക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഓടിച്ചടിക്കും. ലാസ്റ്റ് പടം തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് പിന്നെ അടിപൊളിയല്ലേ വിജയ് ലാസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇത്രയും ഫസ്റ്റ് ഡേക്ക് തന്നെ വന്നതും ഫസ്റ്റ് ഷോക്ക് തന്നെ വന്നതും ഒക്കെ. അത് ശരിക്കും വെർത്തായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞാൽ സ്പോയിലർ ആവും. മമിത അടിപൊളിയായിരുന്നു, മമിത സൂപ്പർ ആയിരുന്നു. തിയേറ്ററിൽ വിജയുടെ ഒരു ആഘോഷം ഇനി ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോൾ വിജയ് എപ്പോഴും ആഘോഷിക്കപ്പെടുന്ന ഒരാളല്ലേ, തിയേറ്ററിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നതല്ല. പക്ഷെ എങ്കിലും ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് അതിന്റെ ഒരു വിഷമം ഉറപ്പായിട്ടും ഉണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റി. വിജയുടെ ലാസ്റ്റ് പടം എന്ന രീതിയിൽ എത്രത്തോളം ലാസ്റ്റ് പടത്തെ രീതിയിൽ വിജയനെ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചു, അങ്ങനെ കാണാൻ പറ്റി. അതെ, പടം എന്തായാലും നമ്മൾ കളക്ഷൻ നേടും. കളക്ഷൻ നേടുമെന്ന് വെച്ചാൽ ഇത്ര സാഹചര്യത്തിൽ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഫാൻ എന്നുള്ള രീതിയിൽ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റി. நான் தமிழ்நாடுன்னு வந்திருக்கேன். அடிச்சு பொழிச்சாட்டா தூக்கி உமன் இஸ் பவர், பெண்களுக்கான படம் உமன் இஸ் பவர். மமிதா பைஜு அடிச்சு போய் தூக்கி படம் வேற மாதிரி. இங்க போய் பாருங்க. அங்க இப்பதான் ஷோயே ஆரம்பிக்க போகுது. பட் இங்க ஏர்லி மார்னிங் 6 o'clock கிடைச்சது ரொம்ப சந்தோஷமா இருக்கு. எல்லாருமே ஹாப்பி. கண்டிப்பா எல்லாருமே பாருங்க, சூப்பரா இருக்கு படம். விஜயோட தியேட்டர் லாஸ்ட் படம் என்ற രീതിയിൽ எப்படி இருக்கு? ஆக்சுவலா நாங்க ரொம்ப ஹாப்பியா இருக்கோம். பட் இதுக்கப்புறம் வந்துட்டு மூவி ஆக்ட் பண்ண மாட்டாரு, சிஎம் ஆயிட்டாரு, அது இன்னும் ரொம்ப சந்தோஷமா இருக்கு. பட் இருந்தாலும் லாஸ்ட் மூவி நாங்க கண்டிப்பா நல்லா செலிப்ரேட் பண்ணுவோம். தேங்க்யூ விஜய் அண்ணா, இவ்வளவு நாள் எங்களை என்டர்டெயின் பண்ணதுக்கு ரொம்ப சந்தோஷமா இருக்கும். தேங்க்ஸா.